ശ്രീല, കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഇലക്ഷൻ പാലക്കാടത്തെ പരാജയത്തെ തുടർന്ന് വലിയ വലിയ ആരോപണങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു ഓൺലൈൻ മീഡിയയുടെ തമ്പില് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒന്നിക്കുന്നു, വി മുരളീധരൻ ഒറ്റപ്പെടുന്നു എന്നൊക്കെ രീതിയിലുള്ള തമ്പുകളൊക്കെ കണ്ടായിരുന്നു. ശരിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ബി.ജെ.പിയിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാതെ ബി.ജെ.പിയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പ്രീത, ബി.ജെ.പിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് പല സഖ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടെന്നും അത് ശോഭയും സുരേന്ദ്രനും ഒന്നിച്ചു, വി മുരളീധരൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ വേറെ മറ്റ് സഖ്യങ്ങൾ ഉണ്ടായി, ചിലരുമായി ഒത്തുതീർപ്പിലുണ്ടായി, ഇത്തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. നോക്കൂ, ബി.ജെ.പിയിലെ പ്രശ്നം എന്തായിരുന്നു? ബി.ജെ.പിയിലെ നേതാക്കന്മാർ തമ്മിലായിരുന്നോ പ്രശ്നം? നേതാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയാമായിരുന്നോ? ഒന്നുമില്ലല്ലോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിയില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് ഒരു സൂചനകളുമില്ല. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് വോട്ട് അവിടെ പാലക്കാട് കുറഞ്ഞു പോയ ഒരു സാഹചര്യമുണ്ട്. ആ വോട്ട് കുറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം ഉണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയൊക്കെ തരത്തിലുള്ള വാർത്തകൾ ആ നിലയിലാണ് പലപ്പോഴും വാർത്തകളെ വന്നുകൊണ്ടിരുന്നത്. അവിടെ കുറഞ്ഞ വോട്ടുകളുടെ എണ്ണം കണക്കാക്കുന്നു, കേരളത്തിൽ ബി.ജെ.പിയുടെ പരാജയ കാരണങ്ങൾ തിരക്കുന്നു. ഈ ബഹളവും വഴക്കമൊക്കെ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള സൃഷ്ടികളും കാണുമ്പോൾ അവിടുത്തെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നോ എന്ന സംശയം നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംഭവിച്ചത്? ഒരു പാർലമെന്റ് സീറ്റ് കോൺഗ്രസിന്റെ പാർലമെന്റ് സീറ്റും, അതുപോലെ തന്നെ UDF-നുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് MLA സീറ്റും, ഒരു LDF-നുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് MLA സീറ്റും, ഈ 3 സീറ്റുകളും അവരവർക്ക് കിട്ടിയെന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ശ്രീധരനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വോട്ടുകൾ കൃഷ്ണകുമാറിന് കുറഞ്ഞു. ശരിയല്ലേ? ഈ ശ്രീധരന് കിട്ടുന്ന വോട്ടുകൾ, ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റൊരു ഇമേജ് ആണുള്ളത്. അദ്ദേഹത്തിന് സാധാരണ ഒരു ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെ 2 CPM-കാർ എപ്പോഴോ തള്ളിപ്പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് CPM-കാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഒന്നും അദ്ദേഹത്തെ തള്ളിപ്പറയാനുള്ള കാര്യങ്ങളില്ല. അപ്പൊ പൊതുജനങ്ങൾ സ്വാഭാവികമായും അത്തരം ഒരാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ന്യൂട്രലായി നിൽക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംശയപരമായി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന രണ്ട് ഭാഗത്തുമുള്ളവർ ഒരു പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും. അങ്ങനെ കിട്ടിയ വോട്ടുകളാണ് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 4000 വോട്ടുകൾ കുറഞ്ഞു എന്നാണ് കണ്ടെത്തൽ. പാർലമെന്റിലെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. പാർലമെന്റിൽ ഇപ്പൊ നോക്കൂ, ഡൽഹിയിൽ എപ്പോഴും നിയമസഭയിലെ സീറ്റുകൾ മുഴുവൻ ആർക്കാണ് കിട്ടുന്നത്? ആം ആദ്മിക്കാണ് കിട്ടുന്നത്. നേരെ മറിച്ച് പാർലമെന്റിലോ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയല്ലേ ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ബോംബെയിൽ എന്താണ് സംഭവിച്ചത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം ബി.ജെ.പി തൂത്തുവാരിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താണ് സംഭവിച്ചത്? ഇത് നമുക്കറിയുന്ന കാര്യമല്ലേ. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇപ്പൊ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി സർക്കാരിന് കിട്ടുന്ന ആഡഡ് അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ചെയ്തതാണ്. ഒരുപക്ഷെ അത്രത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വോട്ട് കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം അവിടെ പ്രധാനമായി ഉയർന്നു വന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പലരും ഉയർത്തിയ വിവാദങ്ങളാണ്. അതിൽ കൂടുതൽ മാധ്യമങ്ങൾ ഇതിനെ ഊതിപ്പെരിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ മുൻ നേതാവായിരുന്ന ഒരാൾ ഉയർത്തിയ ഒരു വിവാദം, ആ വിവാദവുമായി കൊഴിപ്പിച്ച് അദ്ദേഹത്തല്ല നല്ല സ്ഥാനാർത്ഥി എന്ന തരത്തിൽ പ്രചരണം ഉണ്ടായി. 6 മാസം മുമ്പ് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചത് കെ കൃഷ്ണകുമാർ ആയിരുന്നു. അന്ന് കൃഷ്ണകുമാറിനോട് ഒരു എതിർപ്പും ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. 6 മാസത്തിനിടയിൽ ഇത്രയധികം എതിർപ്പുള്ള ഒരാളായി പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നു എന്നൊക്കെ തരത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചില വ്യക്തികളുടെ സ്ഥാനമോഹികളായ അല്ലെങ്കിൽ സീറ്റ് മോഹികളായ ചില വ്യക്തികൾ ചില തരത്തിൽ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്, വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടല്ല. നേതാക്കന്മാർ ആരും പോയി പറഞ്ഞിട്ടാണോ അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുക? അവിടുത്തെ ജനങ്ങൾ ബേസിക് ആയിട്ടുള്ള അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തത് ഇത് ഇത്രയും അധികം കത്താൻ കാരണം, ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടാൻ കാരണം ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്ന ഒരു കാലഘട്ടത്തിൽ, സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള സംസ്ഥാന പ്രസിഡന്റ് മുമ്പോട്ട് തുടർന്നു പോകുമോ എന്ന പേടിയിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാനിരിക്കുന്ന ചിലർ അത്തരത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബി.ജെ.പി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ബി.ജെ.പി അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ചില നേതാക്കന്മാരെ കരുവാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ലെന്നേ.
എന്തെങ്കിലും കൃത്യമായ തെളിവില്ലാതെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വെറുതെ എഴുതി കൊടുത്താൽ അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല. മാത്രമല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും മനസ്സിലായിട്ടുണ്ട് എന്നാണ്. പാലക്കാട് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി, പാലക്കാട് വോട്ട് കുറയാനിടയായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ കേന്ദ്രവും സംസ്ഥാനവും ഒരേപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും സോളിഡായി തന്നെ അവരുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. റിപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്യമായി പുറത്തു വരികയുമില്ല. അത് മാത്രമല്ല മാധ്യമങ്ങൾക്ക് അത് ചോർന്നു കിട്ടാനും വലിയ പാടാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ഇതിൽ നിന്ന്? യഥാർത്ഥത്തിൽ അവിടെ ഒരു ആൾ അവിടെ വിട്ടുപോകുന്നു, അവിടുത്തെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നു. സന്ദീപ് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. സന്ദീപ് നമുക്കറിയാലോ 2018 പാർട്ടിയിൽ വന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി, അതിനുശേഷം സംസ്ഥാന വക്താവെന്ന വലിയ BJPയുടെ പാർട്ടിയുടെ സംസ്ഥാന വക്താവെന്ന വലിയ പദവിയിലേക്ക് വന്ന ആളാണ്. അധികകാലം പ്രവർത്തിച്ച് പരിചയമുള്ള ആളൊന്നുമല്ല. സന്ദീപിന്റെ ഒരു ഈ റിപ്പോർട്ടിൽ സന്ദീപ് കാരണം വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നു. അതെന്തായാലും BJPയിൽ ഒരാളും പറയാൻ സാധ്യതയില്ല. സന്ദീപിനോട് താല്പര്യമുള്ള ചില കൗൺസിലർമാർ അല്ലെങ്കിൽ സന്ദീപുമായി അടുത്ത ബന്ധമുള്ള കൃഷ്ണകുമാറിനോട് വിരോധമുള്ള ചില കൗൺസിലർമാർ സന്ദീപിന്റെയും അതുപോലെ തന്നെ ചില നേതാക്കന്മാരുടെയും ഒക്കെ അടുത്ത അനുയായികളായി അവിടെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ബേസിക്കലി വർഷങ്ങൾ കൊണ്ട് അവർ പ്രവർത്തന പാരമ്പര്യമുള്ളതും അവിടെയുള്ളവരുമാണ്. അത്തരത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രതിഫലിക്കുക. അല്ലാതെ ഒരു തരത്തിലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ പോകുമ്പോൾ അത് പ്രതിഫലിക്കണമെന്നില്ല. കാരണം സന്ദീപ് വാര്യരെ നമുക്കറിയാലോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇന്ത്യ മുഴുവനുള്ള ലോകം മുഴുവനുള്ള ആരാധകരുള്ള, അതായത് സോഷ്യൽ മീഡിയ ആരാധകർ എന്നേ പറയാൻ കഴിയൂ. അവരൊന്നും യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരല്ല 90%. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം നടന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് മാത്രമല്ല, ഇപ്പൊ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ സന്ദീപിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞിരുന്നവരെല്ലാം എതിരായില്ലേ. ഇപ്പൊ സന്ദീപ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാ? സന്ദീപിനെ എവിടെന്നെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾ, എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ BJP വിമർശിച്ചുകൊണ്ട് മാത്രമാ ഇപ്പോ സന്ദീപ് നിലനിൽക്കുന്നത്. അല്ലാതെ ഈ BJPക്കാരും സംഘികളും പൊക്കിക്കൊണ്ട് നടന്ന പോലെ കോൺഗ്രസ്സുകാർ സന്ദീപിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നൊന്നുമില്ല. അതിനുള്ള ആ ഇലക്ഷൻ ടൈമിലെ ആ ഒരു ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. പിന്നെ സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് മിടുക്കനായ ഒരാളാണ്. രാഷ്ട്രീയത്തിൽ വലിയ സ്വന്തമായി സർവൈവ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് സന്ദീപ്. അതുകൊണ്ട് തന്നെ സന്ദീപിന് ഏതെങ്കിലും PR ഏജൻസികളോ സന്ദീപ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസികളോ സന്ദീപിനെ പ്രൊമോട്ട് ചെയ്യാൻ സന്ദീപ് തന്നെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. നേരെ മറിച്ച് സംഘപരിവാർ അനുകൂലിയായിരുന്ന സമയത്ത് സന്ദീപിന് അതിന്റെ ഒരു ആവശ്യം പോലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല. സംഘപരിവാർ അനുകൂലികൾ ഫേസ്ബുക്കിലൊക്കെ യാതൊരു സേവനവും വാങ്ങിക്കാതെ പലരും ഇത്തരത്തിൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കോൺഗ്രസിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രത്യേകിച്ച് നേതാക്കന്മാർ തമ്മിൽ ആരും ഒരു പ്രശ്നമില്ല. MT രമേശ് അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MT രമേശിനെ ഒന്ന് വലിച്ചഴക്കാൻ മാധ്യമങ്ങൾ സൗമ്യനായ ഒരാൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത നിർമ്മിച്ചു. ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും, MT രമേശിനെ പോലുള്ള ആൾക്കാരോ അത്തരത്തിലുള്ള ആൾക്കാരൊന്നും പോയില്ലെന്നേ. അവരവരുടെ മാതൃസംഘടനയായ RSSലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ സംഘടനയിലേക്കോ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നീങ്ങി നിൽക്കുമെന്നല്ലാതെ ഒരിക്കലും അവരൊന്നും പാർട്ടി വിട്ടു പോയില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വരുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഒരു കാര്യവുമില്ലാതെ വാലും തുമ്പുമില്ലാത്ത ആരെങ്കിലും ഒരാൾ, തൽപര കക്ഷികളായിരിക്കും, അവർ വിളിച്ചു പറയുന്ന വാക്കുകളും കേട്ടുകൊണ്ട് വാർത്ത ചെയ്യുന്നത് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ സംഘടനാ സംവിധാനത്തെ പറ്റി അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാക്കുന്നത്, ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നത്. BJPക്ക് ഒരു നേതാവിനെയും കരുവാക്കേണ്ട കാര്യമില്ല. കൃത്യമായി ഏതെങ്കിലും നേതാക്കന്മാർ അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് മനസ്സിലാക്കാനുള്ള മെഷീനറി ഉണ്ട്. BJP അത് മനസ്സിലാക്കുകയും ചെയ്യും. അത്തരക്കാർക്ക് കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടി അവർ നൽകുകയും ചെയ്യും. ഈ പബ്ലിക്കായി ഇപ്പോ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനുമായി ടൈപ്പായി എന്നൊക്കെ പറയുന്നത് പബ്ലിക്കായി ആൾക്കാർ വന്ന് പറയുന്ന അഭിപ്രായങ്ങൾ സംഘടന വിലക്കിയിട്ടുണ്ടാവാം. കാരണം പബ്ലിക്കായി ഇത്തരത്തിൽ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ, നേരത്തെ V മുരളീധരനൊക്കെ ഉണ്ടായിരുന്ന കാലത്തും K സുരേന്ദ്രൻ ഉണ്ടായിരുന്ന കാലത്തും എല്ലാവർക്കും വായിൽ വരുന്നത് പോലെ വാർത്താ സമ്മേളനം നടത്താനൊന്നും കഴിയില്ല. അതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ വാർത്താ സമ്മേളനം അടക്കം നടത്താൻ കഴിയുമായിരുന്നുള്ളൂ. ആ അവസ്ഥയിൽ നിന്ന് മാറി ചില നേതാക്കന്മാർ സ്വയം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വാർത്താ സമ്മേളനം നടത്തുകയും വെല്ലുവിളിക്കുകയും മറ്റുള്ളവരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന തരത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പെരുമാറ്റമൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സംഘടന ഇടപെട്ട് നിയന്ത്രിച്ചിട്ടുണ്ടാവും. ആ നിയന്ത്രണത്തിന്റെ ഭാഗമായിരിക്കും, പുറത്തു പോകുമെന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും
ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു സഖ്യം രൂപീകരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടോ ആകാനുള്ള സാധ്യതയില്ല. സംഘപരിവാർ സംഘടനകൾക്ക് അറിയാമല്ലോ, കൃത്യമായ ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. സംഘപരിവാറും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സംഘപരിവാറിന്റെ സംഘടനകൾക്കും BJPയുടെ രാഷ്ട്രീയ മുഖമാണെങ്കിൽ പോലും BJPയുടെ സംഘടനകൾക്കും ഒക്കെ അത്തരത്തിലുള്ള കേഡർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന. അല്ല നേതാക്കന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കവും വഴക്കുമുള്ളതായി അറിയുന്നില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ അറിയുന്നതാണ്. ആരും പരസ്പരം അങ്ങനെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉള്ളവരായി മാറുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കണ്ടതല്ലേ, കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ് ചെയ്ത് മൈക്കിന്റെ മുന്നിൽ നമ്മൾ കേട്ടതല്ലേ. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഡ്രസ് ചെയ്തതും മൈക്കിന്റെ മുന്നിൽ മൈക്ക് ഓൺ ആണ്, കേൾക്കുമെന്ന് പറഞ്ഞ ഷാനി ഉസ്മാനെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഷാനിമോൾ ഉസ്മാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു മൈക്കിലൂടെ നാട്ടുകാർ കേൾക്കുമെന്ന്. അല്ലെങ്കിൽ കുഴപ്പമില്ല, മൈക്കിലൂടെ കേൾക്കുന്ന മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ്, നാട്ടുകാർ കേൾക്കുന്നതാണ് പ്രശ്നം എന്ന തരത്തിലല്ലേ പറഞ്ഞത്. നമ്മളിതൊക്കെ കണ്ടതല്ലേ. പിന്നെ എങ്ങനെയാണെന്നേ ഈ BJPയിൽ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാം. BJPയിലെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാർ വന്ന് എനിക്ക് ഇന്നയാളിനോട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് 90%. എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ കാണും. അഭിപ്രായ വ്യത്യാസം എല്ലാ സ്ഥലത്തും ഉണ്ടാകാറില്ലേ? നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറില്ലേ? അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ BJP അവരുടെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും പരസ്യമായ പ്രസ്താവനകൾ വേണ്ട എന്ന്. അതുകൊണ്ട് തന്നെ പരസ്യമായ പ്രസ്താവനകൾ ഒഴിവാക്കുന്നതാകും. അതിനപ്പുറത്തേക്ക് പ്രത്യേക രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല.